ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ തീരുമാനം കൊണ്ട് ഗൂഗിളിന്റെ അന്തസ് അവരുടെ മുമ്പിൽ താഴുകയല്ല, മറിച്ച് അഭിമാനത്തോടെ ഗൂഗിൾ ഉയർന്നു നിൽക്കും. ധൈര്യമായിട്ടിരിക്കുക. ഞാനില്ലേ കൂടെ? %30 പോയിട്ട് 1% പോലും എന്റെ കമ്പനിയുടെ ഷെയർ നിങ്ങൾക്ക് കിട്ടില്ല. മാഡം ഒന്നുകൂടി ആലോചിച്ചിട്ട്. എനിക്കിനി ആലോചിക്കാൻ ഒന്നുമില്ല. എല്ലാം ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുക. നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന സൗഹൃദവും ഈ എഗ്രിമെന്റും എല്ലാം ഇനി ഒരു ക്ലോസ്ഡ് ചാപ്റ്ററാ. അവന്തിക ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ആ എഗ്രിമെന്റ് മാറ്റാൻ പറ്റില്ലല്ലോ. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ എന്ത് വില കൊടുത്ത് ഞാനത് നടത്തിയിരിക്കും. ഇനി 30% ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ അന്ന് എൻ്റെ പേരിൽ എഴുതി തരും. അതിനുള്ള ചാൻസ് എൻ്റെ മുന്നിൽ വരും. അന്ന് ഈ ചാപ്റ്റർ ഞാൻ റീ ഓപ്പൺ ചെയ്യും. അന്നത്തെ സമൃദ്ധയല്ല ഇന്നത്തെ അളിയന്റെ ഭാര്യ സമൃദ്ധ. ഇസബല്ലയുടെ കുഴിമാട എവിടെയെന്ന് അളിയനും അറിയാം, എനിക്കും അറിയാം. എന്തിനാ ഗൂഗിൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? എടോ, ഒരു കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നിയമത്തിന്റെ നൂലിഴ കീറി ഏതറ്റം വരെയും പോയി കേസ് വാദിക്കാം. പ്രതിക്ക് തൂക്കേറി കിട്ടിയെന്നറിഞ്ഞാൽ പോലും ചിലപ്പോ നമുക്കൊരു ദുഃഖം ഉണ്ടാവില്ല. അതൊരു വക്കീലിന്റെ കടമയാണ്. പക്ഷേ സ്വന്തം വീടിനകത്ത് ന്യായവും അന്യായവും തമ്മിൽ തൂക്കി നോക്കുമ്പോ, നമ്മള് സ്നേഹിച്ചവരൊക്കെ ശത്രുക്കളെ പോലെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ ഒരു ചെറിയ പോറൽ വീണാ മതി. ഏത് കൊടി കെട്ടിയ വക്കീലാണെങ്കിലും ഒന്ന് പതറിപ്പോവും. ഈ രക്തബന്ധം എന്നൊക്കെ പറയുന്നത് തൊട്ട ചോര പൊടിയുന്നാടോ. എനിക്ക് മനസ്സിലായി ഗൂഗിളിന്റെ വിഷമം. ഇത് നമ്മുടെ വീട്ടിൽ മാത്രം നടക്കുന്ന കാര്യമാണോ? പ്രശ്നങ്ങളില്ലാത്തവരാണോ നമ്മുടെ ചുറ്റിനും താമസിക്കുന്നവര്? എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ ജീവിതത്തിന്റെ മിടുക്ക്. ഗൂഗിൾ ശിശിരിച്ചൊരു സ്ത്രീയാ. മറ്റെല്ലാ സ്ത്രീകളെയും പോലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളൊരു സ്ത്രീ. അല്ലാതെ ഗൂഗിളിന്റെ സഹോദരി മാത്രമല്ല. അവരുടെ ഇഷ്ടങ്ങളൊക്കെ തടയാൻ നമുക്കൊരവകാശവും. എത്ര ചങ്കുകൊടുത്ത് സ്നേഹിച്ച സഹോദരനായാലും ചില സമയത്ത് ഇതുപോലെ ആരുമില്ലാതെ നിൽക്കേണ്ടി വരും. അതൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും സഹിക്കേണ്ടി വരുന്ന കാര്യങ്ങളാ. പ്രാക്ടിക്കലായി ചിന്തിച്ച് സമാധാനിക്കല്ലാതെ മറ്റൊരു വഴിയുമില്ല. കുറച്ചു കഴിയുമ്പോൾ എല്ലാം നേരെയാവും. എങ്ങനെ സമാധാനിക്കാനാടോ? ഒന്നും ഒരിക്കലും നേരെയാവാൻ പോകുന്നില്ല.
അങ്ങനെ മുൻവിധിയൊന്നും വേണ്ട. മുറിച്ചു മാറ്റിയാലും ചേരേണ്ട സമയത്ത് വീണ്ടും ചേരുന്നതാ രക്തബന്ധം. എന്റെ വാക്കിന് വിലയില്ലാതെ ഞാൻ ഇനി ഈ വീട്ടിൽ താമസിക്കുന്നതിൽ എന്താ അർത്ഥം? ഗൂഗിൾ, നമ്മൾ വിചാരിക്കും നമ്മൾ ചെലവിന് കൊടുത്ത് സംരക്ഷിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇടപെടാൻ നമുക്കും അവകാശമുണ്ടെന്ന്. ഒരിക്കലുമില്ല. ഒരു നിർണായക സമയം വരുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ 7 അയല തടുക്കാൻ പോലും നമുക്ക് പറ്റില്ല. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പോലെ നമ്മളെ മാറ്റി നിർത്തിക്കളയും. അതാണ് മനുഷ്യന്റെ രീതി. എല്ലാ മനുഷ്യനും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അവൾ അങ്ങനെ. അതുകൊണ്ട് ഇനി അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ വീട്ടിൽ നിന്ന് അവളോട് മാറി താമസിക്കാൻ പറയണം. ഇനി തനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം. എവിടെ അവളെ? ഗൂഗിൾ, ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഇങ്ങനെ സില്ലി ആവല്ലേ? എടോ, തനിക്കും ഇപ്പോ ഞാൻ കളിയാക്കാനുള്ളൊരു വസ്തുവായി അല്ലേ? ഒരിക്കലുമില്ല. ഈ ലോകത്ത് എനിക്ക് ഗൂഗിൾ കഴിഞ്ഞിട്ട് മറ്റെന്തോ ഉള്ളൂ. ഗൂഗിളിന്റെ അഭിമാനത്തിനോ അന്തസ്സിനോ ഒരു കോട്ടവും തട്ടരുത്. അത് മാത്രം എന്റെ ചിന്ത. ഇപ്പൊ അവരിവിടെ നിന്ന് ഇറക്കിവിട്ട നാട്ടുകാരൊക്കെ ചിലപ്പോ നമ്മളെ കുറ്റം പറയും. ഗൂഗിളിന് നേരെ ഒരാൾ വിരൽ ചൂണ്ടുന്ന പോലും എനിക്കിഷ്ടല്ല. എനിക്കെന്നല്ല, ഒരു ഭാര്യമാർക്കും അത് ഇഷ്ടപ്പെടില്ല. ഈ കാരണം കൊണ്ട് ഗൂഗിളിന്റെ നിലയ്ക്കും വിലയ്ക്കും ഒരു കോട്ടം ഉണ്ടാവരുത്. അവർ ഈ വീട്ടിൽ തന്നെ ജീവിച്ചോട്ടെ. മാറേണ്ട സമയത്ത് അവർ സ്വയം മാറിക്കോളും. അല്ലാതെ നമ്മൾ അവരെ മാറ്റാൻ പോവുകയൊന്നും വേണ്ട. ഈ തീരുമാനം കൊണ്ട് ഗൂഗിളിന്റെ അന്തസ് അവരുടെ മുമ്പിൽ താഴുകയല്ല, മറിച്ച് അഭിമാനത്തോടെ ഗൂഗിൾ ഉയർന്നു നിൽക്കും. ധൈര്യമായിട്ടിരിക്കുക. ഞാനില്ലേ കൂടെ? ജെനി, ജെനി, ആരാണ് നോക്കിയേ? ഇവളിത് എവിടെ പോയി കിടക്കുക?